നമസ്കാരം. കൈപ്പേശ്ശേരി കോയന്നമ്പുരി. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിക്കുകയാണ്. ആ, അമ്മയുടെ വ്യാകുലത വേറെ ഒന്നുമില്ല. ഈ അമ്മയുടെ കുട്ടി പഠിക്കാനായിട്ട് അടുത്ത സ്റ്റേറ്റിൽ പോയേക്കുവാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ദുരിതം വരുമോ എന്നുള്ള വിഷമം കാരണം അമ്മയ്ക്ക് ഉറങ്ങാൻ സാധിക്കണില്ല. സ്വാഭാവികമാണ്, എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് തിരിച്ചു വരുന്നവിടെ വരെ എല്ലാവർക്കും അതിൻ്റേതായ എല്ലാ മാതാപിതാക്കൾക്കും അവർക്ക് അതിൻ്റേതായ സങ്കടങ്ങളുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും അതിൻ്റെ വിഷമതകളുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ 90% കുട്ടികൾ ഔട്ട് ഓഫ് ഇന്ത്യയൊക്കെയാണ് ജീവിക്കണത്. അപ്പോൾ അവർക്ക് ആ ഇന്ത്യക്ക് പുറത്താണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിത രീതി, അവർക്ക് ജീവിതത്തിൽ അവരെ കുറിച്ചുള്ള ആശങ്കകൾ കൊണ്ട് വിഷമതകൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അമ്മയുടെ ചോദ്യത്തിന് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഉത്തരം പറയാം, ഞാനത് വീഡിയോയിലൂടെ പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് എല്ലാവരും അറിയണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ഒന്നും പോകണ്ട. നമ്മൾ രാവിലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കാണണേ അല്ലേ? എവിടെയാണ് നമ്മുടെ കുട്ടികൾ ഒരു സേഫാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള പല ന്യൂസുകളും നമ്മൾ അറിയുന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അതുപോലത്തെ പല അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടൊരു അപകടം വരാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്കൊന്നും വരല്ലേ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ചോദ്യം. അത് ശരിയാണ്. അപ്പം ശരിക്ക് മോശമായ വാക്കുകൊണ്ടോ മോശമായി നിൽക്കുന്ന ദൃഷ്ടി കണ്ടോ നമ്മുടെ സന്താനങ്ങൾക്ക് ദുരിതം വരാതിരിക്കുക. മോശമായ വാക്കുകൊണ്ട് പോലും ദുരിതം വരാതിരിക്കുക, മോശമായ ദൃഷ്ടി കൊണ്ട് ദുരിതം വരാതിരിക്കുക. നമ്മൾ ചില സമയത്ത് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ അപകടത്തിൽ പല കുട്ടികളും ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കഷ്ടകാലം കൊണ്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു 250 വീതം ബാങ്കിലിടുവാണോ, ആ കുട്ടികളെ കൊണ്ടൊരു 10 മിനിറ്റ് നാമം ജപിപ്പിക്കുവാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 250 രൂപയ്ക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ, 10 മിനിറ്റ് നാമം ജപിപ്പിച്ചോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം 250 രൂപ വെച്ച് ഒരു ദിവസം ഒരു കുട്ടിയുടെ പേരിട്ട ഒരു മാസം 7500 രൂപയായി. ഒരു 10 മാസം കൊണ്ട് 75,000 രൂപയായി. അത് 10 വർഷം കൊണ്ട് 7.5 ലക്ഷം രൂപയായിരിക്കും. പക്ഷേ 10 മിനിറ്റ് നാമം ജപിക്കുന്ന ഫലം ഈ 7.5 ലക്ഷം രൂപയ്ക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ചാൽ സംശുദ്ധമായി നിൽക്കുന്ന ഭക്തിയോടുകൂടി ഒരു മനുഷ്യൻ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സ്വഭാവങ്ങൾ എപ്പോഴും നന്മയിലേക്ക് സഞ്ചരിക്കുന്നു. സംശുദ്ധമായി നിൽക്കുന്ന നാമജപാദികൾ ചെയ്യുന്ന മനുഷ്യന് മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ പറ്റുന്നു. സംശുദ്ധമായ നാമജപാദികൾ കൊണ്ടൊരാൾ മുമ്പോട്ട് പോകുമ്പം വേറൊരാളുടെ വേദനയിൽ അവന് വിഷമം തോന്നുന്നുണ്ട്. നല്ല നാമജപാദികളുള്ളപ്പം എല്ലാ ആൾക്കാരെയും അതിൻ്റെ ഭവ്യതയിൽ, ഭാവത്തിൽ, വേണ്ട രീതിയിൽ ബഹുമാനത്തോടെ കാണാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാകാൻ എപ്പോഴും ഈശ്വരഭക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആ ഈശ്വരഭക്തിയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ നല്ല സ്വഭാവ ഗുണങ്ങൾ പുറമേ തന്നെ. ഈശ്വരനോട് ഭക്തിയില്ലാത്ത ആൾക്കാർക്ക് അമ്മയോട് സ്നേഹം ഉണ്ടാവുമോ, അച്ഛനോട് സ്നേഹം ഉണ്ടാവുമോ, കൂടപ്പുറപ്പോട് സ്നേഹം ഉണ്ടാവുമോ, നാട്ടുകാരുടെ സ്നേഹം ഉണ്ടാവുമോ? എല്ലാ സ്ഥലത്തും ഒരു അക്രമകാരിയായി നിൽക്കുന്ന, വിരോധാഭാസിയായി നിൽക്കുന്ന ഒരു ആഭാസനായി മാത്രമേ ഒരു കുട്ടിക്ക് വാഴാൻ പറ്റൂ. അതാണ് ഈശ്വരവിശ്വാസം കൊണ്ട് ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവ രൂപീകരണം തന്നെയാണ്, അവൻ്റെ നന്മ തന്നെയാണ്. അങ്ങനെ ഈശ്വര സേവ ചെയ്യുമ്പോൾ 2 ഗുണമാണ്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം പറയുകയാണെങ്കിൽ ഈശ്വര സേവ കൊണ്ട് നല്ലൊരു സ്വഭാവം അവനുണ്ടായെടുക്കണം. കാരണം ഈശ്വരനെ ഭയക്കുന്ന ആൾ പാപത്തെയും ശാപത്തെയും ഭയക്കുമ്പോൾ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ അവനൊരു സൈക്കോളജിക്ക് എഫക്റ്റ് ചെയ്യണം. അല്ല, ജപിക്കുന്ന ഈശ്വരൻ അവനിൽ കുടികൊണ്ടു കഴിഞ്ഞാൽ അവനെ നന്മയിലൂടെ മാത്രം നടത്തുന്നു. ഈ 2 ഫലവും ഒരുപോലെ കിട്ടുന്നതാണ് ഈശ്വരനോട് അടുത്ത് നിൽക്കുക, ഈശ്വരനോട് കൂടെ വസിക്കുക, ഈശ്വര നാമങ്ങൾ ജപിക്കുക. അതുതന്നെയാണ് നിരന്തരം ഈശ്വര സേവയ്ക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് എപ്പോഴും ആവർത്തിച്ച് നാമജപാദികൾ അമ്പലത്തെ പോക്കിനെ കുറിച്ച് പറയുന്നത്. ആ ഭഗവത് സ്വരൂപം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മക്കളുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നൊരു ഉദ്ദേശം വേണ്ടിയാണ്. അപ്പം നമ്മൾ കുട്ടികളെ ഇപ്പം ഇതുവരെ പഠിപ്പിക്കാത്ത മാതാപിതാക്കളായാലും ഇനി പഠിപ്പിച്ചു തുടങ്ങുക. കാരണം ഈശ്വര സേവയോട് തന്നെ ഒരു സന്താനത്തിന് നല്ല ഫലത്തിലേക്ക്, നല്ല ജീവിതത്തിലേക്ക്, നല്ല ഐശ്വര്യത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ട ഭാഗ്യമാണ്. ആ ഭാഗ്യം എവിടെ നിന്നാണ് കിട്ടണേ?
ഈശ്വരാനുഗ്രഹത്തിൽ നിന്ന് കിട്ടുള്ളൂ. അവസരങ്ങളാണ് വേണ്ടത്. അത് എവിടുന്ന കിട്ടണേ? ഈശ്വരാനുഗ്രഹത്തിൽ നിന്ന് കിട്ടണേ. എല്ലാത്തിലും ഒന്നാമതായി നിൽക്കണം. അത് എവിടുന്ന കിട്ടണേ? ഈശ്വരാനുഗ്രഹത്തിലാണ് കിട്ടണേ. സമയത്ത് മെമ്മറി ലോസ് സംഭവിക്കാതെ ഒരു കാര്യം ഇപ്പോൾ എക്സാം എഴുതിയാൽ കിട്ടണം. അത് എവിടുന്ന കിട്ടണേ? ഈശ്വരാനുഗ്രഹത്തിലാണ് കിട്ടണേ. നല്ല ബുദ്ധി ഉണ്ടാവാൻ, പഠിക്കാൻ പറ്റണം, നന്നായിട്ട് പഠിക്കാൻ പറ്റണമെങ്കിൽ അതൊരു ഈശ്വരാനുഗ്രഹം വേണം. പഠിച്ചത് പരീക്ഷയ്ക്ക് വരുന്നത് പഠിക്കാൻ തോന്നാനും അത് ഓർമ്മയിൽ നിൽക്കാനും അത് ഈശ്വരാനുഗ്രഹം വേണം. നെഗറ്റീവ് മാർക്ക് കിട്ടാതെ എല്ലാം പോസിറ്റീവ് മാർക്ക് കിട്ടണം, അതിന് ഈശ്വരാനുഗ്രഹം വേണം. നല്ല കോഴ്സ് എടുക്കാൻ ഈശ്വരാനുഗ്രഹം വേണം. അപ്പോൾ ഒരു കുട്ടിയുടെ ഒന്ന് അനങ്ങണത് പോലും, അതിപ്പോൾ അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലിയും കിട്ടി നോക്കിയാൽ, ജോലിക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അതിനകത്ത് മാർക്ക് കിട്ടാൻ ഈശ്വരാനുഗ്രഹം വേണം. ജോലി സ്ഥലത്ത് ദുരിതങ്ങളൊന്നും വരാതെ ജോലി ചെയ്യാൻ ഈശ്വരാനുഗ്രഹം വേണം. ഇത് കഴിഞ്ഞ് വിവാഹം കഴിക്കുമ്പോൾ നല്ലൊരു പാർട്ട്ണറെ കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അവിടെ കൊണ്ട് തീരുന്നുണ്ടോ? അതിനകത്ത് നല്ല പരമ്പര ഉണ്ടാവാനും ഈശ്വരാനുഗ്രഹം വേണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയുടെ വാതൊക്കെ പോയി നിൽക്കുവാണ്, നമ്മൾ കുട്ടികളുണ്ടാവണില്ല എന്നും പിന്നെ ചികിത്സയ്ക്കായി. എത്രയോ നിരവധി ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർ ആശുപത്രിയിൽ ഒരു മാസം 5 പ്രാവശ്യം പോകുന്നുണ്ട്, 5 പ്രാവശ്യം അമ്പലത്തിൽ പോകുന്നില്ല. 5 പ്രാവശ്യം അവരെ ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യാൻ പോകും. അവരുടെ അന്നേരം അവരുടെ ഫിസിക്കൽ പവറുണ്ട്, ഇങ്ങനെ ഞാനിങ്ങനെ ഇതായി കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഈഗോയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ കുട്ടികൾ ദുരിതങ്ങൾ, കാരണം നിരവധി എന്താ പറയുക, കേൾക്കുന്ന ന്യൂസുകളും കാണുന്ന കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ അപകടങ്ങളും നമ്മളെ കുട്ടികളുമായി സങ്കല്പിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും ആശങ്കയിലാണ്. എൻ്റെ കുട്ടി പുറത്തു പോയി തിരിച്ചു വരുന്നിടം വരെ മാതാപിതാക്കൾ മുഴുവൻ ആശങ്കയിലാണ്. ആ ആശങ്ക എന്താ? അവരെ ഉള്ള കരുതലാണ്. ആ കരുതലിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആദ്യം അവരെ ഭക്തരാക്കുന്ന ഒരു മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ നിങ്ങൾക്ക് ഒരാശങ്കയുടെ ആവശ്യമില്ല. നല്ല ഈശ്വര സേവ ചെയ്യുന്ന, നല്ല ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന, നല്ല ഈശ്വരനാമം ജപിക്കുന്ന ഒരു കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക വേണ്ട, ഒരു കാരണവശാലും വേണ്ട. അവർക്ക് നേരെ ഒരു ദുരിതവും ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥന എന്താ? നമ്മുടെ കുട്ടികളെ ചീത്ത രീതിയിൽ ആരും നോക്കുകയോ ചിന്തിക്കുകയോ അവർക്കെതിരായി പ്രവർത്തനം ഉണ്ടാകരുത് ഈശ്വര. അവർക്കൊരു അപകടവും വരരുത് ഈശ്വര. അവർക്ക് നല്ല ബുദ്ധി തോന്നണം ഈശ്വര. നല്ല ചിന്തകളുണ്ടാവണം ഈശ്വര. ഇത് തന്നെയാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെ ഈശ്വര സങ്കല്പത്തിൽ ഈശ്വരൻ്റെ മക്കളായി വളർത്തുക, ദൈവത്തിൻ്റെ കുട്ടികളായി വളർത്തുക. ദൈവത്തിൻ്റെ കുട്ടികളായി വളരുന്ന കുട്ടികളാണ് ദൈവികമായി വളരണേ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഒരു സംഹിതയുടെയും മക്കളായി വളർത്തരുത്. ഭഗവതിയുടെ. അതിപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അവരുടെ മക്കളെ അവരുടെ വിശ്വാസത്തിൽ അവരുടെ ദൈവത്തിൻ്റെ മക്കളായി തന്നെ വളർത്തണം. നന്മയുടെ പാതയിലേക്ക്. ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നോ, ഒരു മനുഷ്യൻ്റെ സങ്കടം കാണുന്നതോ, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നോ, ഒരു മനുഷ്യനെക്കുറിച്ച് ചീത്ത രീതി ചിന്തിക്കുന്നോ, ഒരാൾക്കടെ ഇല്ലായ്മ പറയുന്നതോ ഒന്നും ദൈവത്തിന്, ഭഗവാന്മാർക്ക്, ഒരു ദേവന്മാർക്കും ഇഷ്ടമല്ല. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് മതം. എല്ലാവരെയും കൂടെ നിർത്താൻ പഠിപ്പിക്കുന്നതാണ് മതം. എല്ലാവരെയും സഹായിക്കാൻ പറയുന്നതാണ് മതങ്ങൾ. ആ മതത്തിൻ്റെ അതാത് ജീവിതത്തിലെ അതേ ഗ്രന്ഥത്തിൽ ജീവിക്കാൻ പറയുന്നതാണ് യഥാർത്ഥമായി നിൽക്കുന്ന ഈശ്വര സേവ. ഇനി അമ്മമാരിലേക്ക് വരാം. അമ്മമാർ ഇപ്പോൾ ചിലപ്പം ഇപ്പോൾ UK പഠിക്കാൻ പോയ കുട്ടി രാവിലെ എണീറ്റ് പോകുന്നു, അല്ല അവിടെ ഭയങ്കര വിൻ്റർ സീസണാണ്, ഒരു മാസത്തിലൊന്നേ കുളിക്കുള്ളൂ തിരുമേനി, നാമം ജപിക്കാൻ പറ്റില്ല എന്നോട് പറയാറുണ്ട്. അവർ കുളിയില്ല, കാലും മുഖവും കഴുകലേ ഉള്ളൂ, എങ്ങനെ നാമം ജപിക്കും? ബുദ്ധിമുട്ടാണ്, സത്യമാണ്, ശരിയാണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ്, ഇവർക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ശാരീരികമായ പല വൈഷമ്യതകളുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന നിരവധി ആൾക്കാരെക്കുറിച്ചറിയാം. അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അമ്മമാർ ചെയ്യാൻ പറ്റുന്നത് നരസിംഹ പ്രാർത്ഥന. നരസിംഹം എന്ന് പറഞ്ഞാൽ അറിയാം, നരസിംഹമൂർത്തിയുടെ ജനനവും അറിയാം, നരസിംഹമൂർത്തിയുടെ അവതാരവും അറിയാം. വൈഷ്ണവ സങ്കല്പങ്ങളിൽ ശക്തമായി നിൽക്കുന്ന ഏറ്റവും വലിയ, അതായത് ഈ ദശാവതാരത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന മൂർത്തിഭാവമാണ് നരസിംഹാവതാരം. ഒരു സപ്താഹം നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഏതൊരു അമ്പലത്തിൽ ആദ്യത്തെ 3 ദിവസമൊന്നും ഒരു ആൾക്കാർ വരില്ല. ആ മൂന്നാം ദിവസം കഴിഞ്ഞാൽ നരസിംഹാവതാരം വായിച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പന്തൽ നിറച്ച ആൾക്കാർ വരും. ആ നരസിംഹാവതാരം വായിക്കുമ്പോൾ തന്നെ അത്രയും ആൾക്കാർ വരുന്നൊരവസ്ഥയുണ്ട്. നരസിംഹത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഭഗവാനെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വിനാശകരമായി നിൽക്കുന്ന ബുദ്ധിയുള്ള, ദൈവത്തിനെക്കുറിച്ച് വിനാശകരമായ സാത്വികമായ സങ്കല്പത്തിൽ വിനാശകരമായ ചിന്തയുള്ള ആരാണോ അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത്. അപ്പം നരസിംഹത്തെ നമ്മൾ വൈകുന്നേരം ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ നരസിംഹമൂർത്തി എന്നെയും എൻ്റെ കുട്ടികളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലും പുണ്യമാണ്.
നരസിംഹക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല, നരസിംഹത്തിൻ്റെ പൂജ കഴിക്കണമെന്നില്ല, നരസിംഹത്തിൻ്റെ അങ്ങനെ വലിയ വലിയ ഉപാസനകളൊന്നും ചെയ്യുന്നില്ല. സാധാരണ അറിവുള്ളവർ, ഇത് കേൾക്കുന്നവർ, എൻ്റെ നരസിംഹമൂർത്തി, നരസിംഹത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അവതാരം കണ്ടിട്ടുണ്ടാവും. കാരണം പറഞ്ഞാൽ നരസിംഹ അവതാരത്തിൻ്റെ നിരവധി കഥകൾ ഇതിനു മുമ്പ് പറഞ്ഞാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. കാരണം നരസിംഹത്തിൻ്റെ ആ അവതാര ലക്ഷ്യം തന്നെ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവാനെ നമ്മളൊന്ന് മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ നരസിംഹമൂർത്തി എന്നെ എൻ്റെ മക്കളെയും കാക്കടയിൽ നിന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ആ കുട്ടികളുടെ സംരക്ഷണത്തിനായി നരസിംഹമൂർത്തി ഉണ്ടാകും. പിന്നെ അറിയാവുന്നവർ ഒത്തിരി പേര് നരസിംഹ ഗായത്രികൾ ജപിക്കുന്നവരുണ്ട്. ഉഗ്രം വീരമഹാവിഷ്ണും ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമിഹം എന്ന് പറയുന്ന നരസിംഹമന്ത്രം നമുക്ക് 12, 24, 36 അമ്മമാർക്ക് ജപിക്കാം, അച്ഛന്മാർക്ക് ജപിക്കാം. എന്തിനാണ്? കുട്ടികളുടെ സംരക്ഷണമായിട്ടുള്ള ദിവ്യ കവചമാണ് നരസിംഹമൂർത്തി. നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുള്ള ദിവ്യ കവചമാണ് നരസിംഹമൂർത്തി. മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും ദിവ്യമായ കവചമാണ് നരസിംഹമൂർത്തി. സർവ്വവിധ വിരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ശക്തമായ മൂർത്തിയാണ് നരസിംഹമൂർത്തി. സമ്പത്തിനും ഐശ്വര്യത്തിനും ശ്രീത്വത്തിനും ശ്രീലക്ഷ്മി നരസിംഹത്തൊക്കെ, ലക്ഷ്മി നരസിംഹമൊക്കെ ഉണ്ട്, സമ്പത്ത് ഇങ്ങനെ വാരിക്കോരി തന്നെ. അങ്ങനെ ഏത് സങ്കല്പത്തിനും നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ അതിഗംഭീര. പ്രാർത്ഥന തുടങ്ങിക്കോളൂ, ഒരടി മുന്നോട്ട് വെക്കേണ്ട കാര്യമില്ല. ഒരടി പോലും, ഒരു ഇഞ്ച് നമുക്ക് പുറകോട്ട് പോകേണ്ടി വരില്ല. കാരണം ഒരു സ്റ്റെപ്പ് ഭഗവാൻ പുറകോട്ട് വെപ്പിക്കില്ല നിങ്ങളെ കൊണ്ട്. അത്രയ്ക്ക് ഗുണകരമാണ്. അത് പുറത്ത് ഒരനുഭവമില്ല. എൻ്റെ പേഴ്സണലി എന്നെ അറിയാവുന്നവരും എൻ്റെ ഇല്ലത്ത് വന്നവർക്കറിയാം. ഞാൻ ഇടയ്ക്ക് നരസിംഹത്തിൽ പോയി കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നേരം വരെ ആൾക്കാർ വെയിറ്റ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ മാസത്തിലൊന്നൊരു നരസിംഹത്തിന് പൂജ കഴിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ അത് വിട്ടിട്ട് എനിക്കൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ശക്തമാണ്. ആ ഭഗവാനെ നമ്മളൊന്ന് ഓർത്താൽ മതി, ഉത്തരോത്തര അഭിവൃദ്ധിയാണ്. ഒന്ന് സ്മരിച്ചാൽ മതി, എല്ലാ സംരക്ഷണവും സന്തോഷമാണ്. എന്ത് ചോദിക്കണോ അതും കൊണ്ട് നമുക്ക് തിരിച്ചു പോരാം. അത്രയ്ക്ക് കേമാണ് നരസിംഹമൂർത്തി. അപ്പോൾ സന്താന ഗുണത്തിനും സന്താന സംരക്ഷണത്തിനും കുടുംബ സംരക്ഷണത്തിനും സർവ അഭീഷ്ടങ്ങൾക്കും നരസിംഹമൂർത്തി വളരെ കേമാണ്, വളരെ ഗംഭീര ഉപാസനയാണ്, വളരെ അതിശക്തമായ ഉപാസനയാണ്. അതുകൊണ്ട് ആ നരസിംഹമൂർത്തിയുടെ നാമജപാദികൾ ചെയ്യണം, പ്രാർത്ഥിക്കണം. ചെയ്താൽ നിങ്ങൾക്കൊരാശങ്കയും വേണ്ട, നിങ്ങൾക്കൊന്നിനെക്കുറിച്ചും ഒരു സങ്കടവും വേണ്ട. അദ്ദേഹം അത് പരിപാലിച്ചോളും, യഥാവിധി പരിപാലിക്കും. എവിടെയാണോ നിങ്ങളുടെ സന്തോഷം നിൽക്കുന്ന രീതിയിൽ പരിപാലിച്ചോളും. അതുകൊണ്ട് നരസിംഹമൂർത്തിയെ അങ്ങ് ചേർത്ത് പിടിച്ചോളൂ. അദ്ദേഹത്തെ അങ്ങ് നമസ്കരിക്കാൻ പിടിക്കുക, പിടിവിടാതെ അങ്ങ് പിടിച്ചോളൂ. എന്താ അവസ്ഥ എന്ന് വെച്ചാൽ അതിഗംഭീരം, ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ആ നാമം ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമിഹം അതങ്ങ് ജപിച്ച് പ്രാർത്ഥിച്ചോളൂ. എല്ലാ ഐശ്വര്യവും എല്ലാ നന്മയും ഉണ്ടാവും. നമസ്കാരം, ഗോവിന്ദൻ നമ്പൂരി.